ഒരു സിമ്പിൾ ആൻഡ് മടിയ ലഞ്ച് ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. വേറെ പണിയൊന്നുമില്ലല്ലോ. ഇന്നലെ രാത്രിയായിരുന്നു കേട്ടോ ഞങ്ങൾ സ്കോട്ട്ലാൻഡിൽ തിരിച്ചെത്തിയപ്പോൾ രാത്രി 11:30-12 മണിക്കടുത്ത് ആയായിരുന്നു. തിരിച്ചിവിടെ വീട്ടിലെത്തുമ്പോഴേക്കും നമ്മൾ രണ്ടുപേരും നല്ല ടയർഡായിരുന്നു കേട്ടോ. പക്ഷെ എത്രയൊക്കെ ടയർഡായാലും ഒരു 3-4 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്ന് ഒരു ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും പൊതുവെ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ട്, കുറച്ച് കഞ്ഞി ഉണ്ടാക്കി കുടിച്ചാലോ. ഇന്നലെ രാത്രി 12 മണി ആയെങ്കിൽ തന്നെ ഞങ്ങൾ ആ സാഹസത്തിന് മുതിർന്നായിരുന്നു. രാത്രി കഞ്ഞിയും പയറൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയി കാരണം. പക്ഷെ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ കണ്ണന്റെ വീട്ടിൽ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് പുള്ളിക്ക് ലേറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് വലിയ മെനക്കെടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പുള്ളി ഷിഫ്റ്റിന് പോയി, ഞാൻ വീണ്ടും കയറി കിടന്നു തുടങ്ങി. അങ്ങനെ ഞാൻ എഴുന്നേറ്റപ്പോ വൈകുന്നേരം ഒരു 3-3:30 ആയിരുന്നു കേട്ടോ. അങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോൾ നല്ല വിശപ്പ്. ഫ്രിഡ്ജിലാണെങ്കിൽ കാര്യമായിട്ട് വലിയ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ സ്കോട്ട്ലാൻഡിൽ പോകുന്നതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കാലിയാക്കിയിട്ടായിരുന്നു പോയിട്ടുണ്ടായത്. പക്ഷെ ഇന്നലെ രാത്രി തിരിച്ചു വന്നിട്ട് ഞാൻ കുറച്ച് കഞ്ഞി വെച്ചെന്ന് പറഞ്ഞില്ലേ, ഭാഗ്യത്തിന് അതിന്റെ കുറച്ച് റൈസ് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ ബാലൻസ് റൈസും തൈരും കൂട്ടി ചോറിനെന്ന് ആലോചിച്ചിട്ട് ഫ്രിഡ്ജ് വന്ന് തൈര് എടുക്കാൻ നോക്കിയോ, ഫ്രിഡ്ജിൽ തൈരില്ല, അതും തീർന്നായിരുന്നു. അങ്ങനെ വളരെ നീണ്ട ആലോചനകൾക്കും ഗവേഷണത്തിനും ശേഷം ഞാൻ തീരുമാനിച്ചു മുട്ടച്ചോറ് ഉണ്ടാക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം, വലിയ മെനക്കേടുമില്ല, നല്ല ടേസ്റ്റ്. സൈഡിലൊരു പപ്പടവും ഒരു അച്ചാറും, വേറെ എന്ത് വേണം അല്ലേ? അങ്ങനെ എന്റെ കുക്കിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞെങ്കിലും കണ്ണട്ട വന്നിട്ടാണ് കേട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചത്. അല്ലെങ്കിൽ ആ ചോറും മുഴുവൻ ഞാൻ കഴിച്ചെടുത്ത് പുള്ളിക്കാരൻ വരുമ്പോൾ പിന്നെ കുക്ക് ചെയ്യേണ്ടി വരത്തില്ലേ, മെനക്കെടാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ഉള്ളത് കൊണ്ട് ഓണം പോലെ തന്നെ ആ ചോറുണ്ട്. അപ്പൊ ഇന്നത്രയുള്ളൂ. ടാറ്റാ.